അവിടെ ബാരിക്കേഡിന് മുന്നിൽ എത്തി നിൽക്കുന്നുണ്ട്. അവിടെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ പോലീസുമായി സംഘർഷത്തിലേർപ്പെടുന്നു. ഒരു ഉന്തും തള്ളിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുന്നു. വീണ്ടും പോലീസ് ബലപ്രയോഗത്തിന് മുതിരുകയാണോ എന്ന് സംശയമുണ്ട്. നേതാക്കളൊക്കെ ഇടപെട്ട് പ്രവർത്തകരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഒരു അങ്ങേറ്റം ഹീറ്റഡായ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്. പോലീസ് തുടർച്ചയായി സംയമനം പാലിക്കുകയായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും അവിടെ പ്രവർത്തകരിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ നേതാക്കളൊക്കെ പ്രവർത്തകരെ അവിടെ നിന്ന് സംഘർഷ മേഖലയിൽ നിന്ന് മാറ്റുകയാണെന്ന് തോന്നുന്നു. അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധവുമൊക്കെയായി വേറൊരു ഭാഗത്തേക്ക് ആ സമരം മാറ്റുകയാണെന്നാണ് തോന്നുന്നത്. പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടലിന് പ്രവർത്തകർ വീണ്ടും നീങ്ങുന്നത് മുതിർന്ന നേതാക്കളൊക്കെ ഇടപെട്ട് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രകോപിതരായ യുവമോർച്ചയുടെ ചില പ്രവർത്തകർ വീണ്ടും പോലീസിന് നേരെ പാഞ്ഞെടുക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തകരെ മർദ്ദിച്ചു എന്നൊക്കെയാണ് അതിനിടയിൽ ചില പ്രവർത്തകർ പറയുന്ന. വനിതാ പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും അവിടേക്ക് പ്രവർത്തകരെത്തുന്നു. നേതാക്കൾ ഇടപെട്ട് അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നു. പോലീസിന്റെ മേഖലയിൽ നിന്ന് പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തി വീണ്ടും പോലീസുമായി ഉന്തും തള്ളും ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്യുകയാണ് അവിടെ. അവിടെ പ്രതിഷേധം തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 1.5 മണിക്കൂറായി സംഘർഷ സമാന സാഹചര്യമാണ്. പോലീസ് ഒരു തവണ ലാത്തി വീശുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.